40കളിലെ പ്രണയം ഈ ഒരു സിനിമ കുറച്ച് ചർച്ച ചെയ്തിരിക്കുകയാണ്. അപ്പൊ ആ ഒരു സിനിമയെ കുറിച്ച് പറയാനായിട്ട് നമ്മുടെ സംവിധായകനും നായകനും നായികയൊക്കെ ഉണ്ട്. നമുക്ക് സ്വാഗതം ചെയ്യാം. സർ സ്വാഗതം. സംവിധായകൻ തന്നെ പറഞ്ഞോ, 40കളിലെ പ്രണയം എന്ത് പ്രണയമാണത്? നമുക്ക് പേര് കേൾക്കുമ്പോ പല രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാം. അല്ല, താങ്കൾ എങ്ങനെയാണ്, താങ്കളുടെ മനസ്സിൽ എങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിച്ചു വെച്ചിരിക്കുന്നത്? പേര് ആദ്യം കേട്ട് കഴിഞ്ഞപ്പോൾ 40 വയസ്സ് കഴിഞ്ഞവരുടെ അവിഹിത പ്രണയം. പക്ഷെ പോസ്റ്റർ കാണുമ്പോ അതല്ല. ഇത് പോസ്റ്റ് കാണുമ്പോൾ 40 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ഭാര്യയുടെയും ഭർത്താവിന്റെയും അവരുടെ ഒരു പ്രണയമായിട്ടാണ് എനിക്ക് തോന്നിയത്. നമുക്ക് എന്താണ് പറയാൻ പറ്റുന്നത്? എന്താണ് 40 കഴിഞ്ഞ മനുഷ്യരിലും ഇപ്പൊ പ്രണയം എല്ലാ മനുഷ്യരിലും എല്ലാ വിഭാഗങ്ങളിലും ഉണ്ട്, എല്ലാ കാലത്തും പ്രണയമുണ്ട്. പക്ഷെ ചില മനുഷ്യരിലൂടെ ഈ പ്രണയം കടന്നു പോകുമ്പോൾ ആ മനുഷ്യരിൽ ഈ പ്രണയം കൊടുക്കുന്ന സന്തോഷം, അല്ലെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ, അങ്ങനെ ഉള്ള ഒരു ഇൻസിഡൻ്റ് ആണ് 40കളിലെ പ്രണയം എന്ന് പറയുന്ന സിനിമ. ഇത് 40 കഴിഞ്ഞ മനുഷ്യരിലൂടെ തന്നെയാണ് പോകുന്നത്. ഓക്കെ, അത് 40 കഴിഞ്ഞ് പ്രണയത്തെക്കുറിച്ചൊക്കെ കുറച്ചുകൂടെ ഗഹനമായി ചിന്തിക്കുന്ന ഒരു കാലത്തിലേക്ക് ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിൽ പരിചയപ്പെടുമ്പോൾ അവർക്കിടയിലൂടെ കടന്നു പോകുന്ന ചില വ്യത്യസ്തമായ സംഭവങ്ങളുണ്ട്. അതാണ് 40കളിലെ പ്രണയം എന്ന് പറഞ്ഞ സിനിമയിലൂടെ പറയുന്നത്. പ്രണയം ഇതിനകത്ത് ഒരു കൃത്യമായി നല്ലൊരു ഫ്ലേവറായിട്ട് തന്നെയാണ് നമ്മൾ പ്രണയം ഈ സിനിമയിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രണയത്തിനെയൊക്കെ വളരെ കാവ്യാത്മകമായി ഉള്ളിൽ കൊണ്ട് നടക്കുന്നവർക്ക് കാണാൻ പറ്റിയ, ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു ചിത്രം തന്നെയാണ് 40കളിലെ പ്രണയം. അപ്പൊ ഇത് പ്രണയം തന്നെയാണ് സിനിമ മുഴുവനായിട്ട് പറയുന്നത്. അതിനപ്പുറത്തോട്ട് എന്തെങ്കിലും സസ്പെൻസ് ആണ് അത് സിനിമ. അത് സ്ക്രീനിൽ അനുഭവിച്ചറിയാൻ വേണ്ടിയിട്ട് പോസ്റ്ററിലും അധികം ഒന്നും പറഞ്ഞിട്ടില്ല. നായകന്റെ നായികയുടെയും ഒരു പടം മാത്രമേ ഉള്ളൂ 40കളിലെ പ്രണയം എന്ന് പറഞ്ഞ വെച്ചിട്ടുള്ളൂ. വേറെ ഒന്നും ഇതിൽ പറയുന്നില്ല. അതാണ് ചോദിച്ചത്, വേറെ എന്തെങ്കിലും ഇതിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഇപ്പൊ അത് പറയാൻ പറ്റില്ല. ഇപ്പൊ പറയാൻ പറ്റില്ല. നായകനും നായികയാണ്. അപ്പോ ഇത് മുമ്പ് അഭിനയിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് ഇതിലോട്ട് വന്നത്? എങ്ങനെ 40കളിലെ 40കളിലെ പ്രണയത്തിലെ നായകനായത് എങ്ങനെയാണ്? ഇത് സിനിമ ഇതാദ്യത്തേതാണ്. പക്ഷെ ഷോർട്ട് ഫിലിംസ്, നാടകങ്ങള്, ഒരു സ്കൂൾ തലം മുതല് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാനിപ്പോ ഒരു പ്രവാസിയാണ്. പ്രത്യേകിച്ച് അറിയാമല്ലോ, അവിടെ ഈ കൾച്ചറൽ ആക്ടിവിറ്റീസ് എനിക്ക് തോന്നുന്നു കുറച്ച് കൂടുതൽ അവിടെയായിരിക്കും ഉണ്ട്, കുറച്ച് കൂടുതലുണ്ട്. അങ്ങനെ ആ പ്രവാസ മേഖലയില് ഈ പറയുന്ന പോലെ നാടകങ്ങള്, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഞങ്ങൾ നാട്ടിലെ ഒരു ഗൃഹാതുരത്വം കൊണ്ടുവരത്തക്ക രീതിയിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് പരിപാടികൾ ചെയ്തിട്ടുണ്ട്. UAE ലെവലിലൊക്കെ നാടകത്തിനൊക്കെ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ ചെയ്ത നാടകങ്ങൾക്കൊക്കെ. പിന്നെ ഷോർട്ട് ഫിലിംസ് അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ സ്കൂൾ തലം മുതലേ നമുക്കൊരു ആഭിമുഖ്യം ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഈ അഭിനയത്തോട്. അപ്പൊ അങ്ങനെ തുടങ്ങിയാണ് വന്നത്. അങ്ങനെ വന്നാണ് ഈ സിനിമയിൽ എത്തപ്പെട്ടത്. 40കളിലെത്തി പ്രണയിക്കാൻ കാര്യം എന്താണെന്നുള്ളത് ചോദിച്ചത്. ഇനി 40കളിലെ പ്രണയം എന്ന് പറയുന്നത് അത് എനിക്കൊന്ന് ഈ കാലഘട്ടത്തിൽ വളരെ തെറ്റായിട്ടൊക്കെ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. പക്ഷെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, ഒരു സ്ട്രൈറ്റ് ആയിട്ട് പറഞ്ഞ ഒരു ഫാമിലി എടുത്താൽ തന്നെ കല്യാണം കഴിച്ചു, ഒരു 26-25 വയസ്സിലൊക്കെ കല്യാണം കഴിച്ചു, കുട്ടികളൊക്കെ ഉണ്ടായി, അങ്ങനെ വരുന്ന ആ ഒരു സന്ദർഭത്തിൽ നമ്മൾ ആ കുട്ടികളുടെയൊക്കെ ആ ഒരു ടെൻഷനും ഒക്കെ വന്നിട്ട് നമ്മൾ ഒരിക്കലും ഒരു ഭാര്യ ഭർത്താവ് എന്ന ഒരു അത്രത്തോളം ഒരു പ്രണയമൊന്നും ഉണ്ടാകാൻ കാര്യം ഈ ടെൻഷൻ, കുട്ടികളുടെയൊക്കെ ആ വളർത്തുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളും. ഇതിനകത്ത് തുടക്കത്തിൽ തിരുത്തിപ്പോണ്ട ഒരു സാധനമുണ്ട്. അതായത് ഈ 40കളിലെ പ്രണയം അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു പ്രണയം അല്ല. ഈ ഇടയ്ക്ക് മാധ്യമങ്ങളിൽ വന്ന കാര്യമാണ് പറയുന്നത്. കാര്യം അത് മാനസികാവസ്ഥയുടെ, മനുഷ്യരുടെ മാനസികാവസ്ഥയുടെ, അതാണ് ഈ പറഞ്ഞു വരുന്നത്. അതാണ് പറഞ്ഞു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഒരു 40 കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കുട്ടികളൊക്കെ ഒരു 10th കഴിഞ്ഞ് ആ ഒരു പ്രായമാകുമ്പോൾ, പ്രത്യേകിച്ച് ഈ പേരൻസിന് വലിയ ഒരു ഉത്തരവാദിത്വം, ഇച്ചിരി ഒന്ന് റിലീഫ് കിട്ടും. ആ സമയത്ത് അവരുടെ കാര്യം അവര് നോക്കിക്കോളും. അങ്ങനെ വരുമ്പോ അവർക്ക് കിട്ടും. അപ്പൊ അന്നേരം അവർക്ക് പ്രണയിക്കാനുള്ള ഒരു ഒരു നല്ല ഒരു അവസരമാണ്. ഇപ്പൊ അങ്ങനെയാണ് പ്രണയിക്കപ്പെടുന്നതിന് ഒരു ലൈസൻസ് ഉണ്ടോ ഒരു ഫാമിലി? പ്രണയത്തിന് ഒരിക്കലും ലൈസൻസ് ഇല്ല. പ്രണയം എപ്പോഴും ഏത് സമയത്തും ആകാം. പക്ഷെ പ്രണയിക്കണമെങ്കിൽ നമുക്ക് അതിനുള്ളൊരു സാഹചര്യമാണ് പ്രധാനം. നമുക്ക് ടെൻഷനോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഉള്ളപ്പോൾ ഒരിക്കലും നമുക്ക് പ്രണയിക്കാൻ പറ്റില്ല. ഹസ്ബൻഡും വൈഫും കൂടെയുള്ള പ്രണയമാണോ ഉദ്ദേശിക്കുന്നത്? പ്രണയത്തിന് അങ്ങനെ ഇതല്ല ഞാൻ പറഞ്ഞത്. ഒരു ചോദിച്ചോട്ടെ, ഈ ഒരു സിനിമയില് നായകനും നായികയുടെ പ്രണയമുണ്ട്. ഇതില് ഭാര്യയും ഭർത്താവാണോ അതോ വേറെ ആളുടെ ഭാര്യയാണോ പ്രണയിക്കുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ആളുകൾക്കുണ്ട്. അതായത് ഇതിനകത്ത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. നായകൻ നായികയെ പ്രപ്പോസ് ചെയ്യാൻ ചെല്ലുന്നുണ്ട്. ഓക്കെ, അപ്പൊ 40 കഴിഞ്ഞ അവർ രണ്ടുപേരും 40 കഴിഞ്ഞവരാണ്. ഒരു വേള ഒരു പക്ഷേ ഇവര് വിവാഹപ്രായം കഴിഞ്ഞു പോയി, വിവാഹം ലേറ്റായി നിൽക്കുന്നവരാവാം, അല്ലെങ്കിൽ വിവാഹം കഴിച്ചിട്ടുണ്ടോ? ഇതിലെ നായകനും നായികയും ഇതിനകത്ത് കഴിച്ചിട്ടുണ്ട്.
വേറെ അതാ ഞാൻ ചോദിച്ചത്, വേറൊരാളുടെ ഭാര്യനെയാണോ ഈ നായകൻ പ്രണയിക്കുന്നത്? അല്ല, പക്ഷെ ഇവര് രണ്ടുപേരും നായകൻ ആ സമയത്ത് വിവാഹിതനല്ല, നായിക വിവാഹിതയാണ്. പക്ഷെ നായകൻ പ്രപ്പോസ് ചെയ്ത് ചെല്ലുന്നുണ്ട്, കല്യാണ ആലോചനയായിട്ട് ചെല്ലുന്നുണ്ട്. അവിടുന്ന് തുടങ്ങുന്ന ഇവരുടെ സൗഹൃദം, അല്ല ഇവർ തമ്മിൽ ആ സമയത്ത് എന്താ പറയാ, ഒരു ആശയവിനിമയത്തിൽ ഉണ്ടായ കാര്യത്തിൽ ഇവർ തമ്മിൽ അങ്ങോട്ട് ഒരു സ്വരച്ചർച്ച ഇല്ലാതെ പിരിയുന്നവരാണ്. പക്ഷെ പിന്നീട് ഇവർക്കിടയിൽ ഒരു സൗഹൃദം ഉണ്ടാവും. നായകനും നായികയും. നായികൻ തന്നെ. അപ്പൊ നായിക മറ്റൊരാളുടെ ഭാര്യയാണ്. അത് പറയാൻ പറ്റുന്ന കാര്യമാണോ? അല്ല 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 ഓക്കെ. അല്ല അല്ല. പക്ഷെ പിന്നെ അവർക്കിടയിൽ ഉണ്ടാകുന്ന ഒരു പ്രണയമാണ് പിന്നെ മുമ്പോട്ട് പോകുന്നത്. പക്ഷെ ആ പ്രണയം കൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ നായകന്റെ ജീവിതത്തിലൂടെ തന്നെ കടന്നു പോകുന്ന രണ്ട് സ്ത്രീകളുടെ ജീവിതത്തിലൂടെ ഉള്ള സംഭവങ്ങൾ ഈ സിനിമയിലേക്ക് വരുന്നുണ്ട്. അങ്ങനെയാണ് 40കളിലെ പ്രണയത്തിൽ വന്ന് ലാസ്റ്റിൽ ഈ സിനിമ വന്ന് നിൽക്കുന്നത്.